കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ മുഖംമൂടി വലിച്ചു കീറുന്ന ഏർപ്പാടാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ നടന്നിരിക്കുന്നത്. കേരളം പിന്തുടരുന്ന പൊതുവികാരം എന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ്. അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പാർട്ടിയും മുന്നണിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സാധ്യത വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിലും മറ്റത്തൂരിലെ അട്ടിമറി ഒരു വെല്ലുവിളി തന്നെയാണ്. ഇത് കോൺഗ്രസിന്റെ ഉള്ള വിശ്വാസ്യതയെയും നഷ്ടപ്പെടുത്തുന്ന സംഭവമാണ്. കോൺഗ്രസിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഒറ്റക്കെട്ടായി രാജിവെച്ച് BJP ആയി മാറുക എന്നത് കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മറ്റത്തൂരിലെ കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി ഭരണത്തിലെത്തിയതുമായിട്ടുള്ള ഒരു വാർത്തയുണ്ടല്ലോ. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ അസാധുവാകുന്നതും അതുപോലെ തന്നെ ചില പാർട്ടികൾ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത്തരം സംഭവങ്ങൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2020 UDFനെ പിന്തുണച്ചതും അതുപോലെ തന്നെ SDPI പിന്തുണച്ച കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചതും എല്ലാം ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതെല്ലാം പ്രാദേശിക വിഷയങ്ങൾ മൂലം സംഭവിച്ചത് എന്നതിലുപരി മറ്റെന്തെങ്കിലും പ്രാധാന്യമുള്ളതായിട്ട് വിലയിരുത്താൻ കഴിയില്ല. എന്നാൽ കോൺഗ്രസിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഒറ്റക്കെട്ടായി രാജിവെച്ച് BJP ആയി മാറുക എന്നത് കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിനെയും ഒരു പ്രാദേശിക വിഷയമായി മാത്രം കണ്ടാൽ പോരെ? അതല്ലാതെ മറ്റെന്തെങ്കിലും പ്രാധാന്യമുള്ളതായിട്ട് പറയാൻ പറ്റുമോ? പറ്റും, കൃത്യമായി തന്നെ പറയാൻ പറ്റും. കാരണം കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ മുഖംമൂടി വലിച്ചു കീറുന്ന ഏർപ്പാടാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ നടന്നിരിക്കുന്നത്. ഇവിടെ BJPയുടെ പിന്തുണയോടെ ഭരണം പിടിക്കുക എന്നതിലുപരി അതിനായി അവർ ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് രാജിവെക്കുക എന്നതാണ്. അങ്ങനെ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച ഈ 8 കോൺഗ്രസ് അംഗങ്ങളും കൂട്ടമായി തന്നെ പാർട്ടിയിൽ നിന്നും രാജി പ്രഖ്യാപിക്കുകയും ഇത് സംബന്ധമായിട്ടുള്ള കത്ത് DCC അധ്യക്ഷന് കൈമാറുകയും ചെയ്ത ശേഷമാണ് എല്ലാവരും BJPക്കൊപ്പം ചേർന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന് ശീലമില്ലാത്തൊരു നീക്കമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കാൻ BJP നടത്തുന്ന ഓപ്പറേഷന്റെ മറ്റൊരു പതിപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂചനയായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഖദർ കാവി അണിയുന്ന കാഴ്ച കേരളത്തിന് പുറത്ത് പതിവുള്ള കാഴ്ചയാണെങ്കിലും ഇവിടെ അങ്ങനെ ഒരു പതിവില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിച്ചിട്ട് വോട്ട് ചെയ്യാൻ കഴിയുക? ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് MLA BJPക്കൊപ്പം പോകില്ല എന്നതിന് എന്തുറപ്പാണുള്ളത്? UDF നേതൃത്വം മറുപടി പറയേണ്ട ചോദ്യങ്ങളാണിത്. കേരള ഭരണം പിടിക്കുക എന്നത് BJPയുടെ ഒരു അതിമോഹമല്ലേ? കേരളത്തിൽ അതൊക്കെ സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? രാജ്യം ഏറ്റവും അധികം ഭരിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ തകർത്താണ് BJP ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും BJP തന്നെയാണ്. ഇവിടെയൊക്കെ കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും അടർത്തിയെടുത്ത് തന്നെയാണ് BJP ഭരണം പിടിച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ മുൻ കോൺഗ്രസ് MLA ആയ AP അബ്ദുള്ളക്കുട്ടി ഖദർ ഉപേക്ഷിച്ചാണ് കാവ്യ അണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കൂറുമാറ്റത്തിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ അത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടോ? അതിനിയും അഭിരാമിക്ക് മനസ്സിലായില്ലെങ്കിൽ കൃത്യമായി തന്നെ ഞാൻ പറയാം. 24 അംഗങ്ങളുള്ള മറ്റത്തൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നത് ഇടതുപക്ഷമാണ്. 10 സീറ്റാണ് ഇടതുപക്ഷത്തിന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് 8 അംഗങ്ങളും BJPക്ക് 4 അംഗങ്ങളാണ് ഉള്ളത്. ഇതിന് പുറമെ 2 സ്വതന്ത്രരും വിജയിച്ചിട്ടുണ്ട്. ഈ 2 സ്വതന്ത്രരും കോൺഗ്രസ് വിമതരായിരുന്നു എന്നതും നമ്മളിവിടെ ഓർക്കണം. ഇതിന് ശേഷമാണ് ശരിക്കുള്ള ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ 8 കോൺഗ്രസ് അംഗങ്ങളും രാജിവെച്ച് സ്വതന്ത്രയായി ജയിച്ച ടെസി ജോസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഒപ്പം BJPയും ടെസിയെ പിന്തുണയ്ക്കാണ് ഉണ്ടായത്. BJPയുടെ ഒരു അംഗത്തിന്റെ വോട്ട് അസാധുവായെങ്കിലും അത് ഫലപ്രഖ്യാപനത്തെ സ്വാധീനിച്ചിട്ടുമില്ല. കോൺഗ്രസിലെ ചേരിപ്പോരാണ് ഈ കൂറുമാറ്റത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടുകെട്ട് ഉണ്ടായതെന്നാണ് കാവിപ്പാളയത്തിലെത്തിയ കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നത്. ഇതേ സ്വഭാവം അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കില്ലെന്ന് എന്താണ് ഉറപ്പെന്ന ചോദ്യമാണ് ഇപ്പോൾ CPMഉം ഉയർത്തിയിരിക്കുന്നത്. അത് വെറും ഒരു ആരോപണം മാത്രമല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇത് ഉത്തരേന്ത്യയൊന്നും അല്ലല്ലോ. കോൺഗ്രസുമായിട്ടും മുസ്ലിം ലീഗുമായിട്ടും കൂട്ടുകെട്ട് ഉണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രം UDFനുണ്ട്. ഈ ഓർമ്മ മലയാളിക്കുള്ളിടത്തോളം കാലം ഈ സംശയങ്ങളും സ്വാഭാവികമാണ്. പാർട്ടിയിലെ പോരാണ് മറ്റത്തൂരിൽ കോൺഗ്രസ് നേതാക്കളെ കാവിപ്പാളയത്തിൽ എത്തിച്ചതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസരത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്.
എയും ഐയും മാത്രമല്ല, പുതുതായി KC വേണുഗോപാലിനും VD സതീശനും വരെ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പാരവെപ്പ് പൊട്ടിത്തെറിയിലും കാലുവാറലിലും എത്തിയാൽ അത് BJPക്കാണ് ഗുണം ചെയ്യുക. ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതായത് കമ്മ്യൂണിസ്റ്റുകളെ കാവ്യണിക്കുക എന്നത് BJPക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുക്കുക എന്നത് നിഷ്പ്രയാസം സാധിക്കും. കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമായാൽ നമ്മൾ കാണാൻ പോകുന്നതും അത് തന്നെയായിരിക്കും. അപ്പോൾ UDFന് ഭരണം ലഭിക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഭരണവിരുദ്ധ വികാരം വോട്ടായാൽ ഭരണം ലഭിക്കുമെന്നാണല്ലോ UDF നേതാക്കൾ കരുതുന്നത്. എന്നാൽ അതിനും അപ്പുറമുള്ള മറ്റു വികാരങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാലുള്ള സ്ഥിതി എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കേരളം പിന്തുടരുന്ന പൊതുവികാരം എന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ്. അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പാർട്ടിയും മുന്നണിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സാധ്യത വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിലും മറ്റത്തൂരിലെ അട്ടിമറി ഒരു വെല്ലുവിളി തന്നെയാണ്. ഇത് കോൺഗ്രസിന്റെ ഉള്ള വിശ്വാസ്യതയെയും നഷ്ടപ്പെടുത്തുന്ന സംഭവമാണ്. ഇതിന് പുറമെ കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകളിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചേരിപോരും ആരോപണങ്ങളെല്ലാം തന്നെ ജനങ്ങളെ ശരിക്കും മടുപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതാണ് കോൺഗ്രസിലെ അവസ്ഥയെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്താവുമെന്നുള്ള ആശങ്കയും വ്യാപകമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തെറ്റുകൾ തിരുത്തി മികച്ചൊരു സ്ഥാനാർത്ഥി പടയുമായി ഇടതുപക്ഷം രംഗത്തിറങ്ങിയാൽ തദ്ദേശത്തിലെ മുറിവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണക്കാൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പൊ ശരിക്കും എനിക്കും തോന്നുന്നത്.